തൃശ്ശൂരിൽ കലോത്സവം വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ആരുടെ കൂടെ പോകുന്ന പറഞ്ഞപ്പോൾ നുഹു തന്നെ പോവാന്നും പറഞ്ഞ് വന്ന് വിളിച്ചു. അങ്ങനെ കലോത്സവ വേദിയിലെത്തി. തൃശ്ശൂര് തേക്കങ്കാട് മൈതാനത്ത് തന്നെയായിരുന്നു കേട്ടോ. കയറിയപ്പോൾ കുറെ നല്ല നല്ല ഓർമ്മകളാണ് ഗൈസ് അയവറുത്തത്. അവിടെ ചെന്ന് പിന്നെ പരിപാടി തുടങ്ങാത്തോണ്ട് പോപ്കോൺ വാങ്ങിച്ച് കുറെ ടെസ്റ്റ് ചെയ്ത് കളിക്കായിരുന്നു, എറിഞ്ഞ് കളിക്കായിരുന്നു. അങ്ങനെ ചെന്നിരുന്ന സ്റ്റേജിൽ തന്നെ വൃന്ദവാദിയായിരുന്നു കേട്ടോ, അതായത് ഓർക്കസ്ട്ര ആയിരുന്നു. അങ്ങനെ അത് കേട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ പോയി. അതായത് 3 സ്റ്റേജ് എന്തുകൊണ്ട് ടോട്ടൽ. നമ്മൾ അവിടെ രണ്ടാമത്തെ സ്റ്റേജിൽ പോയി. അപ്പൊ അവിടെ ഇരുള നൃത്തമായിരുന്നു കേട്ടോ. അതും നല്ല രസമുണ്ടായിരുന്നു, നല്ല എനർജി ആയിരുന്നു, പിള്ളേർക്കൊക്കെ നല്ല വൈബായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയുന്നില്ല. ഈ കാണുന്ന പിള്ളേർ എന്റെ സ്കൂളിലാണെന്ന് ഞാൻ വൈകിയാണ് കേസ് അറിഞ്ഞത്. എനിക്കത് ആദ്യം അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ശ്രീകണ്ഠൻ നായർ ഒക്കെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ ഒക്കെ റിപ്പോർട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മെയിൻ സ്റ്റേജിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. സ്റ്റേജ് ഒന്നായത് കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊന്നും അതിന്റെ അകത്ത് പോലും കയറാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സൈഡിൽ നിന്ന് ആ സ്ക്രീനിൽ കൂടെ കുറെ വീഡിയോ കണ്ടു. പിന്നെ വേറെ കുറെ പിള്ളേരുടെയൊക്കെ വിഷ്വൽസും റിപ്പോർട്ടും ഒക്കെ എടുക്കുന്നത് കണ്ടു. അങ്ങനെ പാറമേക്കാവൊക്കെ കണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചതിന് വീണ്ടും നമ്മൾ കലോത്സവം കാണാൻ വന്നു കേട്ടോ. അപ്പോഴും ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരു 12:30 മണിയൊക്കെ ആയപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പള്ളിയിലെ ലൈറ്റൊക്കെ കണ്ട് വീടെത്തി. അപ്പൊ ബൈ.